ആ ഇറക്കിക്കള. ഇതില് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വരയാടുകളാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രത്യേകത. പക്ഷെ ഡ്രോണായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറപ്പിച്ചാണ് നല്ല രസമുണ്ട് കേട്ടോ. ഓരോ തട്ടായിട്ട് ഓരോ കൃഷികളാണ് ഇങ്ങനെ. ആ വരുന്നേക്ക് എറണാകുളത്ത് നമ്മളെ ചങ്ങായി സെക്കിൽ ബായിന്റെ ഷോപ്പാട്ടോ. ഷെക്കിൽ ബായിന്റെ ഷോപ്പ്. അപ്പോ ഇവരാണ് നമുക്ക് റൂമെല്ലാം ആക്കി തന്നെ ഇടാം. മൂന്നാറിൽ വന്നു കഴിഞ്ഞാല് ഇവരെ കോണ്ടാക്ട് ആണ് ഞാൻ ഇടാം കേട്ടോ. റൂമിന്റെ എല്ലാം ഡിസൈനെല്ലാം ആക്കി തരും, എല്ലാം സെറ്റപ്പ് ആക്കി തരും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് മൂന്നാറാണ്. നമ്മളിനി ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കട്ടെ. ഇവിടെ നല്ല മഴയുണ്ട്. നല്ല മഴയില്ല, ചെറിയ മഴ. രാത്രിയൊക്കെ നല്ല മഴ പെയ്തിരുന്നു. ഇപ്പോൾ ചെറിയൊരു പൊടിമഴ ഉണ്ട്. പാത്തുണ്ട് നടന്നിട്ട് പിന്നെ അപ്പോൾ ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുണ്ടോ നോക്കട്ടെ, ചായ കുടിക്കാൻ പറ്റിയ. നല്ല പരിപ്പാടുണ്ട്, നല്ല പരിപ്പാട ഐറ്റംസ് ഉണ്ടല്ലേ. മൊത്തത്തിൽ ചോക്ലേറ്റ്. ഓ, ചോക്ലേറ്റ് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ജംസ് നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. കയറുമ്പം തന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ തരുന്ന. നിങ്ങളെ സ്വന്തമായിട്ട് തന്നെ ഷോപ്പ് വരുന്നത്? നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തത്. ഫില്ലിംഗ് ഉള്ളത്, ഫ്ലേവേഡ്, പൈനാപ്പിൾ, ഓരോ ഫ്ലേവറിലുണ്ടല്ലേ. ഇത് പറഞ്ഞത് ബട്ടർ സ്കോച്ച് അല്ലേ? വൈനാ. വൈൻ എത്ര വരുന്ന ഒരു ബോട്ടില്? ലിച്ചി. ഇത് വന്ന് ഗ്രേപ്പ്. ഗ്രേപ്പ് എത്ര വരുന്നത്? ഗ്രേപ്പ് 340. നമ്മ 300 കൊടുക്കാറുണ്ട്. 250. എത്ര? 750 മില്ലി അല്ലേ? 300 റുപ്യ അല്ലേ? കൊറേ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ഉള്ളില് ബിസ്ക്കറ്റ് വരുന്നല്ലേ? അല്ല, ഈ ഒരു വൈറ്റ് വരുന്ന താഴെ വെള്ളം സെയിം തന്നെ. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ചോക്ലേറ്റ് വാങ്ങിച്ച് നല്ല പുറത്ത് ഇറങ്ങി പോലെ. അങ്ങനെ മഴ ഉണ്ട് കേട്ടോ, നല്ല മഴ ഉണ്ട് കേട്ടോ. അയ്യോ, നല്ല മഴ, അടിപൊളി. ഇവിടെ ഫിഷിൻ്റെ ഷോപ്പിലുണ്ട്, ഫിഷിൻ്റെ ഷോപ്പ്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ റൂം വരുന്നത്. നേരെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ഉണ്ട്. അതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. അടിപൊളി. നമ്മളിങ്ങനെ നടന്നു നോക്കട്ടെ. നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ മുല്ലപ്പൂ, പൂ, മാല, എല്ലാത്തിൻ്റെയും കടകളാണ് കയറുമ്പോൾ തന്നെ ഉള്ളത്. എന്താ നമ്മളെ റൂം ഏകദേശം ആ സൈഡിലാണ് വരുന്നത്. നമ്മളെ ക്യാമറ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ പാത്തൂസാണ്. ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഫുള്ള് നല്ല ചളി വരങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് മേട്ടുപെട്ടിയോ മാട്ടുപെട്ടിയോ എത്ര അടുത്തിട്ട് ദേവിക്കുളം, മാടുവെട്ടി, പിന്നെ ടോപ്പ് സ്റ്റേഷൻ, കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു വഴിക്ക്. നമുക്ക് നമ്മളെ ബോർഡ് നോക്കി പോവാം. നല്ല മഴയുണ്ട്. മഴ എന്ന് വെച്ചാൽ നല്ല മഴയല്ല, നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഴയാണ്. റെയിൻകോട്ട് വേണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹാഫ് ടാങ്ക് ആയിട്ടുണ്ട്, ഒന്ന് ഫുള്ളായി കളയാം.
കോരവനം, വനത്തിനുള്ളിലൂടെ ഒരു യാത്ര. ഇവിടെ നല്ല തമിഴ്നാട് ടച്ച് ഉണ്ട്. ബോർഡർ ആയതുകൊണ്ടാണ്, തമിഴ്നാട് ബോർഡർ ആവാത്തത് ഇത് ശരിക്കും. ഈ റിപ്പിൾ ടീ ഈ ഭാഗത്ത് നിന്നാണ് തോന്നുന്നത് വരുന്നത് അല്ലേ? അതിൻ്റെ കുറേ ഔട്ട്ലെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. കുറേ ഇഷ്ടം പോലെ റിപ്പിൾ ടീൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ചായ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നെ കാണാം. നമ്മൾ ഇന്നലെ പോയി ചായ കുടിച്ചിട്ടില്ലേ, ആ ഒരു സംഭവം ഓരോ മുക്കിലും മൂലക്കും ഉണ്ട് തോന്നുന്നത്. നിറങ്ങൾക്കാകുമോ വെല്ലുവാൻ നിൻ മണിച്ചന്തം, അതേതോ ആയോ മിന്നിലായി മിന്നി നിൽക്കുന്നേ ഞാൻ. ക്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓരോ നിമിഷവും എന്നിൽ നീ കനലായി നിന്നുന്നു. ഓപ്പണാ ഓപ്പണാ ക്ലോസ് ആണല്ലേ? എന്നെ വിളിച്ചോ ആകാശത്തിങ്കൾ കനിയേ നീ, ഓരോ നിമിഷവും എന്നിൽ നീ കനലായി മിന്നുന്നു. ഇതെന്താണ്? കർമ്മലഗിരി CM പബ്ലിക് സ്കൂൾ. സ്കൂളൊക്കെയാണെന്ന് തോന്നുന്നത് അല്ലേ? ഓ ജീപ്പത പാനും വരുന്ന എൻ്റെ പൊന്നെ. ഇതുണ്ടോ വീടൊക്കെ? ചെറിയ ചെറിയ വീട്, അതിൻ്റെ മുമ്പിൽ കാറ് വെച്ചിട്ടുണ്ടോ? അടിപൊളി. ഇത് എനിക്കൊന്ന് ഫ്രൂട്ട്സ് ഗാർഡൻ. ഇവിടെ കിട്ടാത്ത പഴങ്ങളുടെ ചെടികൾ ഉണ്ടാവില്ല. ഫുള്ള് ഈ പഴങ്ങളുടെ ഫുള്ള് ചെടിയും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് വരുമ്പോൾ എന്തായാലും കയറി നോക്കണം അല്ലേ പാത്തു? നീ ചെടി വാങ്ങിക്കണമെന്നും പറഞ്ഞേക്കല്ലേ, മുന്തിരി ചെടിയെല്ലാം ഉണ്ടാവും കയ്യിൽ കൊണ്ടുപോയാൽ. ഇത് ഈ വരുന്നതാണ് നമ്മളെ മാട്ടുപ്പെട്ടി ഡാം. ഇതാണ് നമ്മുടെ ഡാം നമ്മൾ കാണാൻ വന്നത്. നോക്കാം. മ്യൂസിക്. ചെറിയൊരു ഡാം കേട്ടോ, വലിയ ഡാമൊന്നുമല്ല തോന്നുന്നു. പ്ലാസ്റ്റിക് ഫ്രീ സോൺ, ഡോണ്ട് ലിറ്റർ. ടൂ വീലർ 5 റുപ്യ, 4 വീലർ ഇതെന്നാ എവിടെയില്ലേ? അങ്ങോട്ടല്ലേ? നോക്കാം. അപ്പോൾ ഇത് ഡാമിൻ്റെ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇത് ബോട്ടിങ് ക്ലോസാ അല്ലേ? ക്ലോസാ. ഓ അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്. പക്ഷെ ബോട്ടിങ്ങിടെ ക്ലോസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ 2 വീലറിന് 5 റുപ്യ കൊടുക്കണം. ക്ലോസ് ആയതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട. സോ ഇതാണ് സംഭവം അല്ലേ? ഇത് ഇവിടെ ക്ലോസാ, ബോട്ടിങ് ക്ലോസ് ആണല്ലേ? ഇത് എന്താ അടിപൊളി കേട്ടോ. ഒരു അതിമനോഹരമായ ഒരു കാഴ്ച അല്ലേ? അപ്പം അത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ ഒരു നല്ലൊരു രസമുണ്ട്. നല്ല അടിപൊളി. മാട്ടുപ്പെട്ടി കാള ഇറച്ചി ഇവിടെ ലഭ്യമാണ്. 300 റുപ്യ കിലോന്. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം? പോസ്റ്റ് ഓഫീസാ. വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. ഗോ. ഇതെന്നാ ഓക്കെ. മുന്നിൽ എൻ്റെ പൊന്നെ നോട്ടം നോക്കിയാട്ടോ ഓരോന്നിൻ്റെയും. കുത്തല്ല മോനെ, അതിലെ സൈഡിലോട്ടപ്പോൾ എല്ലാത്തിൻ്റെയും കഴുത്തിൽ ബെൽറ്റ് ഉണ്ട്. മൂക്കിലൊന്നുമില്ല, കഴുത്തിൽ മാത്രമല്ല. ഇഷ്ടം മോനെ നോട്ടം നോക്കിയതിൻ്റെ എല്ലാം. അങ്ങനെ കുറേ മാടുകൾ
അങ്ങനെ പോയി. ഇതെല്ലാം നല്ല അടിപൊളി പുല്ലായിട്ടുള്ള നല്ല സ്ഥലം കേട്ടോ. കുറേ കാപ്പിത്തോട്ട് ഇതെല്ലാം കണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാ ഇപ്പോഴും നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളിങ്ങനെ മുളച്ച് നിൽക്കുന്നത്. കുറേ നമ്മൾ കാപ്പിത്തോട്ടല്ലേ കണ്ടേ, ഇത് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങോട്ട് വന്നിട്ട്. അത് നല്ല ഫോട്ടോഗ്രാഫിക്കെല്ലാം പറ്റിയ ഇടലും സ്പേസ്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല നടന്നളിക്കാൻ നല്ല രസമായിരിക്കും. ആടെയാ അങ്ങനെ നിർത്തിയേ? ആ പറയും പോലെ ആടെ എങ്ങനെ കാർ എത്തിയേ? ഏത് റോഡ്? അതന്നെ. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോയ കാറ് പോണാ? താഴോട്ട് പോണാ? ആ ഓക്കെ. നീ നോക്കി വീട് നല്ല നല്ല രസമുണ്ടല്ലോ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട സംഭവം ഇതെല്ലാം ക്ലോസ്ഡാണ്. ഇവരെല്ലാം അന്നന്ന് എന്താ പറയുക പണിയെടുത്ത് അന്നന്ന് തിന്നുന്ന ആൾക്കാർ. അവരെല്ലാം ക്ലോസ്ഡ്. ഇപ്പോൾ ടൂറിസം ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ രണ്ടാമത് ഓപ്പണായി. ഇനി ഇവരെല്ലാം ഓപ്പണായി വരണം. അതാണ് ഭയങ്കര അവസ്ഥ തന്നെ കേട്ടോ ഈ കൊറോണനെ കൊണ്ട്. എല്ലാതൊക്കെ തന്നെ നോക്കിയാൽ എത്ര ഷോപ്പാ അടച്ചെടുക്കുന്ന. നോക്കിയാൽ എത്ര ഷോപ്പാണ്. എന്താ പോലെ ഒന്നുമില്ല കേട്ടോ. എക്കോ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ചായ എക്കോ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടെ ഇപ്പോൾ ഓപ്പണാണ്. പിന്നെ മെയിൻലി ഫോട്ടോസാണ് ഇവിടെ മെയിൻലി സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ഫാമിലീസ് വന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ടായിന്. അടിച്ചല്ലേ? ഓക്കെ. ഇത് എങ്ങനെയാ റേറ്റ് അല്ലോ? 40 രൂപ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കും അല്ലേ? ഓക്കെ. ഫാമിലീസിനെല്ലാം വരാൻ പറ്റിയ ഏരിയ ആണല്ലേ? ശരി. ആ യൂട്യൂബിൻ്റെ നമ്മൾ കഴിഞ്ഞു. അവിടെയാണ് എക്കോ പോയിന്റ് വരുന്നത്. നമ്മൾ ടോപ്പ് വ്യൂവിലേക്കാണ് പോകുന്നത്. ടോപ്പ് വ്യൂ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ നോക്കിയാട്ടെ. കുറേ എന്താ പറയുക ചെറിയ വീടുകൾ. നല്ല രസമാണ്. നമ്മൾ കയ്യിൽ കണ്ടോ ഓരോ കൃഷി. ഏതെല്ലാം കൃഷി ഉണ്ടാവും? ക്യാരറ്റ് ഉണ്ടാവും, ബീട്രൂട്ട് ഉണ്ടാവും, കുമ്പളങ്ങ ഉണ്ടാവും. അങ്ങനെ പല കൃഷികളുണ്ടാവും. ഓരോ സൈഡിലും ഉണ്ടാവും. ഒരു സൈഡിൽ ഒരു കാപ്പി കളറ്, അങ്ങനെ ഓരോ കളറിൽ ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അടിപൊളി നല്ല രസമുണ്ട്. കൃഷിയിടങ്ങൾ, ഒരു ഭാഗത്ത് പശുവിനെ മേയ്ക്കുന്നു. അടിപൊളി സംഭവം. ഇടിലായിട്ടുണ്ട് അല്ലേ? അപ്പം അത് ഇടില ഒരു സ്പോട്ടായി ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയം തന്നെ ആ ഒരു കവറിലോട്ട് അങ്ങനെ പോവും. കണ്ടോ? മുകളിൽ വരുന്ന ഇലകൾ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ കയ്യിലൊരു ചാക്കുണ്ടാവും, അതിലേക്ക് ഇടും. കണ്ടോ? ഇതേത് ഫാക്ടറിൻ്റെയാ? ഏത് ഫാക്ടറിയാ? റിപ്പിളിൽ പോവും, എല്ലായിടത്തും പോവും. റിപ്പിൾ ഫാക്ടറി ഇവിടെ വരുന്നേ. ശരി. നമ്മളെ മ്യൂസിക്കിലൊരു കാഴ്ചയാണ്. അടിപൊളിയല്ലേ? അങ്ങോട്ട് പോകും.
നമ്മളെ ആനവണ്ടി എന്നറിയപ്പെടുന്ന KSRTC ആദ്യമായിട്ട് കണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അടിപൊളി. ഹിൽ ടോപ്പ് ഇങ്ങോട്ടാ ഇതല്ലേ? അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ക്യാരറ്റുമായിട്ടുണ്ട് പാത്തുവിന് പറഞ്ഞിട്ട്. ഉള്ളിലിരുന്ന് കഴിക്കാൻ പറ്റും ഇവിടെ? ഇതുണ്ടോ ടീ കോഫി അങ്ങനെ ഉണ്ടല്ലേ? എന്നാൽ പോയിട്ട് വരാം. അന്നേരം ഇങ്ങനെ 50 മീറ്റർ ഇருக்கு. ആ ആട്ടിനും കൊടുക്കട്ടെ? ഈ ക്യാരറ്റ് 25. അടിപൊളി. അത് കൊടുത്തോ? கண்ணூர்ல கொரோனா கம்மியா இருக்கு. அந்த இந்த பக்கம் போல எல்லாம் ஓப்பனா இருக்கு. அது ஒண்ணும் செய்யும் வர ஆൾക്കാരെ அப்படி இஷ்டப்படும். ഇതാണ് ടോപ്പ് വ്യൂവിലെ ഒരു നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം. എന്താ പറയുക, സൂപ്പറായിരുന്നു. നമ്മൾ വരുമ്പം കണ്ട ഒരു ഭാഗമെല്ലാം അവിടെയുണ്ട്. ഓക്കെ, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കാണേണ്ടത്. എന്നാലും നല്ല അടിപൊളി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആക്കിയിട്ടുള്ളത്, ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം മൊത്തം ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നല്ല കുഴപ്പമില്ല, മോശമില്ലാത്ത നല്ല വ്യൂ ഉണ്ട്, അടിപൊളിയുണ്ട്. ഇത് വരുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഓക്കെ, പാത്ത് നമ്മളെ അങ്ങനെ വ്യൂ പോയിന്റിന്ന് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ പാത്ത് എനിക്കെന്ത് പറയാനുണ്ടോ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോട്? അപ്പോൾ വരുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ. വരുന്ന വഴിക്ക് തന്നെ കുറേ ആംബ്ലേറ്റ് മാഗി, ഇവിടെ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താ തണുക്കുന്നുണ്ട്, ചായ കോഫി. സ്റ്റാലിൻ ചായ കാപ്പി ഇവിടെയും തണുക്കുന്നുണ്ട്, ചൂടാക്കി ഇട്ടിട്ടുണ്ട്. പിള്ളേരിങ്ങനെ ഇരുന്ന് പഠിക്കാൻ തോന്നുന്നല്ലേ? അപ്പം അതും കുഞ്ഞു പൂച്ച സംശാദാണ്ട് എനിക്ക് എടുത്തോണ്ട് പോയിന. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഉടുമ്പൽപെട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അപ്പം നമ്മുടെ മെമ്മറി കുറവാണ്, അത് 5 മിനിറ്റ് മെമ്മറിയേ ഉള്ളൂ. അപ്പം ഇനി റൂമിൽ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വേണം അടുത്ത വീഡിയോ നാളെ പോകുന്നതൊക്കെ എടുക്കാൻ. നാളെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ നമ്മളെ വൈഫിൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്, ജൂലൈ 14. അതുകൊണ്ട് നമ്മൾ ഒരു പ്ലാനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്താ ചെയ്തതെന്ന് പാത്തുവിന് അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. ചോദിക്കണ്ട കേട്ടോ, പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ എന്നിട്ട് നമ്മൾ നേരെ എറണാകുളത്ത് വിടും. എറണാകുളം എന്താ പറയുക, ഒരു 5 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തണം എന്നുള്ള രീതിയിലാണ് പോവുക. ഓക്കെ, നമുക്ക് ബാക്കി ആടെ പോയിട്ട് എന്താ നോക്കാം, ഉടുമ്പൽപെട്ടിൽ എന്താ ഉള്ളത്. നല്ലൊരു കാഴ്ച, അതായത് നല്ല പച്ചപ്പിനിടയിലൂടെ
ഒരു എന്താ പറയുക ഒരു അരുവി ഇങ്ങനെ അടിപൊളി നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അടിപൊളി ഒഴുക്കാണ്, വിചാരിക്കും പോലെ ഒന്നുമല്ല, നല്ല ഒഴുക്കുണ്ട്. നല്ലൊരു കിടിലൻ ചെറിയൊരു പാലാണ് ഇത്. നോക്കിയേ, നല്ല റോഡ്, അതിനെ നടുക്കൂട്ട ചെറിയൊരു പാലം, അടിപൊളി. ഈ പാലത്തിന് ആ ഒരു സംഭവമാണ് ആ വള്ളത്തിന് ഇതാക്കിയിട്ട് ഇരവിക്കുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇതിലാകാൻ നമ്മൾ വന്നത്. ഇതാണ് സംഭവം, ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇത് ക്ലോസാ അല്ല, പൊതുവെ ഓപ്പണാ അല്ല, ടൈമിന് ഓഫ് ചെയ്താ പൊതുവായിട്ട് ക്ലോസാ അല്ലേ? അപ്പോൾ ഇവിടെ ഏകദേശം പകുതി മുക്കാലും ഇതും ഇപ്പം ക്ലോസ്ഡാണ്. നമ്മളിപ്പോൾ പോയ അധിക സ്ഥലം ക്ലോസ്ഡാണ്. പക്ഷെ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വരയാടുകളാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രത്യേകത. പക്ഷെ നമുക്ക് ഇത് ഓപ്പൺ അല്ല. പക്ഷെ മൂന്നാറിൽ വരികയാണെങ്കിൽ ഈ സമയം വന്നോ ഒരു കുഴപ്പമില്ല, ഒന്നും ഓപ്പൺ അല്ലെങ്കിലും മൂന്നാറിൽ ഓപ്പൺ അല്ലാണ്ട് തന്നെ കാണാൻ കുറേ സംഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കായാലും എവിടെയായാലും കുറേ സീനും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ ദിവസവും കടകൾ ഓപ്പണാണ്. നമ്മൾ മൂന്നാർ ടൗണിലൊക്കെ എല്ലാ കടവും എല്ലാ ദിവസവും ഓപ്പണാണ്. ശനിയും ഞായറും മാത്രമേ ഉള്ളൂ ലീവ്, ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ വിടലായി പാത്തുവിൻ്റെ തൊപ്പി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. നമ്മൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, ഏതായാലും മഴ കൊണ്ടോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചില്ല ഒരു എന്താണ് അറേബ്യൻ ഗ്രിൽസിൽ പോയിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ച് നേരെ റൂമിൽ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. മൂന്നാറിൽ എങ്ങനെ വരാം, ഇപ്പോൾ എന്താണ് സാഹചര്യം എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് നാളെ രാവിലെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് അടിക്കും. എറണാകുളത്ത് 2-3 മണിയാകുമ്പോഴേക്ക് എറണാകുളം ലുലു മാളിൽ പോകണം, പാത്തുവിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. ബൈ.